ഗേസ് എല്ലാവർക്കും കത്തുള്ളിലേക്ക് സ്വാഗതം. ഞാൻ നിന്നിരിക്കുന്നതേ പപ്പട ചമ്മന്തിയായിട്ടാണേ. ചമ്മന്തി പേരാണ് പപ്പട ചമ്മന്തി. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പപ്പട ചമ്മന്തിക്ക് ആവശ്യമായ കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ തേങ്ങയും തിരുമ്മി എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിലേക്ക് ചട്ടി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് പപ്പടം കണ്ടോ, സുന്ദര പപ്പടം കുട്ടന്മാരാണെങ്കിൽ നല്ല രസം കാണാൻ. നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാവട്ടെ. നമ്മൾ അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് ഇളക്കി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാവേ. ഉണ്ടോ, ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തി എൻ്റെയാണ്. പ്രത്യേകിച്ചൊരു കാര്യം പറയും, പപ്പടം വീർത്ത് വരല്ലേ. പിന്നെ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടോ? ഇന്ന് സ്കൂളില്ലല്ലോ. നിങ്ങൾക്കൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നമ്മുടെ പപ്പടം അങ്ങനെ ഒരെണ്ണം കൊച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പപ്പടം ഇട്ട് കൊടുക്കുക. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം പപ്പടം ബുംബും ഒക്കെ വരെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആ പപ്പടം പൊളിച്ച എണ്ണയിൽ തന്നെ കൊച്ചുള്ളി, ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കണം. പിന്നെ മറ്റുള്ള നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊച്ചുള്ളി ഒരു ചെറിയതായിട്ടൊരു ഗോൾഡ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റണേ. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാമേ. ഇളക്കി വരുന്ന സമയത്ത് ഒരു കാര്യം പറയാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഫോളോയും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചുള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കോരാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരുകയാണേ. ഉണ്ടോ പാത്രം. നമുക്ക് തേങ്ങാപ്പീരെടുത്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ മിക്സിയിലായിട്ട് ഫുൾ ഇട്ട് കൊടുക്കണേ. ആവശ്യമായ തേങ്ങാപ്പീര മതിയേ. ഇനി നമുക്ക് നമുക്ക് കോരി വെച്ചിരുന്ന കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഓരോ പപ്പടമായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാവേ. പപ്പടം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാം. നമുക്ക് പൊടിച്ച് ചെറുതാക്കി പൊടിച്ചെടുത്തിട്ട് കൊടുക്കണേ. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വലിയ മിക്സിയുടെ ചേർക്കാം കേട്ടോ. ഞങ്ങൾ വിചാരിച്ച കുഞ്ഞു ചാറ് മതി. ഞങ്ങൾ കുഞ്ഞു ചേർത്തേ. നമുക്ക് കുറച്ച് പപ്പടം ഇട്ട് പൊടിക്കാം. പൊടിച്ച് നമുക്ക് ഒരുമാതിരി ഫില്ലായി വരുന്നവരെ നോക്കാം. നമുക്ക് കണ്ട പപ്പടം എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് തിക്കാം. പപ്പടം ഒരു പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പ്. നമുക്കതൊന്ന് അരച്ചെടുക്കാവേ. അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തിക്കുട്ടൻ റെഡി. ഞങ്ങളുടെ പപ്പടം മിക്സിയൊക്കെ ഇട്ടിട്ടുണ്ട്.